കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ അപകടക്കെണിയൊരുക്കുകയാണ് ഒരു പാലം. അതിനെക്കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട്. താമരശ്ശേരിക്ക് സമീപത്തുള്ള വട്ടക്കുണ്ട് പാലമാണ് വാഹനയാത്രികർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാകുന്നത്. ചെറുതും വലുതുമായ അപകടങ്ങൾ തുടർക്കഥയായിട്ടും പാലം പുതുക്കി പണിയാനോ അപകട ബോർഡുകൾ സ്ഥാപിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതുവരെ 10 പേർക്ക് അവിടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യം ഞെട്ടലോടെ ഓർക്കുകയും വേണം. 90 വർഷം പഴക്കമുള്ള ഈ പാലം പുതുക്കി പണിയാൻ ഇനിയും ജീവൻ പൊലിയേണ്ടതുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. അപകടങ്ങൾ തുടർക്കഥയായ വട്ടക്കുണ്ട് പാലമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. 1934 പണി കഴിപ്പിച്ച പാലത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നം വീതി കുറവും ജീർണാവസ്ഥയുമാണ്. പാലത്തിന് തൊട്ടുമുമ്പുള്ള കൊടും വളവുകളും അപകടത്തിന് കാരണമാകുന്നതായി നാട്ടുകാരും യാത്രക്കാരും പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് മൈസൂരിൽ നിന്നും പെയിന്റ് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച ശേഷം പാലത്തിൽ നിന്നും തോട്ടിലേക്ക് മറിഞ്ഞത്. ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇത് ഒടുവിലെ സംഭവം മാത്രമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 10 പേർക്കാണ് വട്ടക്കുണ്ട് പാലത്തിലുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കാലപ്പഴക്കം തന്നെയാണ് പ്രധാന പ്രശ്നം. 100 വർഷത്തിനടുത്തായി ഈ പാലം ഇതുവരെ അധികൃതർ കണ്ണു തുറന്നിട്ടില്ല. പല സംഘടനകളും പല നാട്ടുകാരും പല രീതിയിലും പരാതികളായിട്ടും പ്രക്ഷോഭങ്ങളായിട്ടും ഇവിടെ നടത്തി. പക്ഷേ അതിനൊന്നും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. ചർച്ച MLA ഇതിലും മറ്റേതിലൊക്കെ ഇങ്ങനെ പത്രത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പം വരും, പാലം ഇപ്പം വരും, ബൈപ്പാസ് ഇപ്പം വരും എന്നാണ്. അത് കേൾക്കുന്നതന്നെ ഇപ്പോൾ ഒരു 1/4 നൂറ്റാണ്ടായി. പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടില്ല. അന്ന് വാർത്ത കേട്ടാലൊക്കെ ഇപ്പോൾ മരിച്ച മണ്ണയിലാട്ടിയിട്ടേ. ഭാരവാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാനുള്ള വീതി മാത്രമാണുള്ളത്. ആദ്യം പാലത്തിൽ കയറുന്ന വാഹനം കടന്നു പോകുന്നതുവരെ എതിരെ വരുന്ന വാഹനം കാത്തു നിൽക്കണം. വാഹനമില്ലാത്ത സമയത്താണ് കാൽനട യാത്രക്കാർക്ക് പോകുവാൻ കഴിയൂ. പലതവണ പരാതിയും നിവേദനം നൽകുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. നടപടിയില്ലാത്ത സാഹചര്യത്തിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. കോഴിക്കോട് നിന്നും ബംഗളൂരു, ഊട്ടി, വയനാട് ഭാഗത്തേക്കുള്ള പ്രധാന പാതയിലാണ് അപകടക്കെണിയൊരുക്കുന്ന ഈ പാലമുള്ളത്. ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവായിട്ടും പാലം പുതുക്കിപ്പണിയാനോ അപകട ബോർഡുകൾ സ്ഥാപിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഇനിയൊരു ജീവൻ കൂടി പൊലിയാൻ കാത്തിരിക്കാതെ പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഒരു പാലം പുതുക്കിപ്പണിയുന്ന ആവശ്യത്തിന് 1/4 നൂറ്റാണ്ടിന്റെ പഴക്കം. ഇപ്പോഴും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല.